ഹായ്, നമുക്ക് അടിപൊളി ഒരു വൈറൽ ചിക്കൻ കൂട്ട് തയ്യാറാക്കിയാലോ. ഈ ചിക്കൻ കറി നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചോറിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ നാനിൻ്റെ കൂടെയോ ഗീ റൈസിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റായ ഒരു ചിക്കൻ കൂട്ടാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ഇഞ്ചി വെളുത്തുള്ളി തൈരും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ വെക്കുക. ഒരു പാനിൽ അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അതിലേക്ക് മുളക് പൊടി, പെരിഞ്ചീരകപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിന് ശേഷമേ ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടുള്ളൂ. പാനിലേക്ക് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതെല്ലാം ഈ മസാലകളെല്ലാം ചിക്കനിൽ ശരിക്കും പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 3 മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം. ഇനി അങ്ങാട് ചെറിയ തീയിൽ മാത്രമേ വേവിച്ചെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചിക്കൻ അടിക്ക് പിടിക്കും. ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. എന്നാലാണ് ഇതിന് ചിക്കന് ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് മൂടി വെക്കുക. ഒരു 4 മിനിറ്റിന് വീണ്ടും തുറന്നിട്ട് വീണ്ടും തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം. നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഈ ഗ്രേവി കിടന്നിട്ട് വേണം ഈ ചിക്കൻ ഉള്ളിൽ മസാല എല്ലാം പിടിക്കാനായിട്ട്. വീണ്ടും ഇതുപോലെ തന്നെ അടച്ചു വെക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ കറിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയുക. ഇത് ചിക്കനിലെ മസാലകളെല്ലാം നന്നായിട്ട് ചിക്കൻ വലിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓഫ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കഴിക്കാം. അത്ര ടേസ്റ്റാണ് ഇപ്പോൾ തന്നെ. അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, തക്കാളി, കറിവേപ്പില, മല്ലിയില ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടണം. എന്നിട്ട് മാത്രമാണ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചിക്കൻ മസാല ഇട്ട് വെക്കാൻ പറ്റുന്നത്. ചിക്കൻ മസാല ഇട്ട് ഒന്ന് ഇളക്കി കൂട്ടി കഴിയുമ്പോൾ വീണ്ടും ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. മസാലകളെല്ലാം ചിക്കൻ വലിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് എല്ലാം ഇളക്കി കൂട്ടി കഴിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പുണ്ടാന്ന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. അല്പം വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഈ പാലിൽ കിടന്ന് ഒന്നും കൂടി ഈ ചിക്കൻ വറ്റണം. അപ്പോഴാണ് ചിക്കൻ സോഫ്റ്റ് ആകുന്നത്. എന്നിട്ട് വീണ്ടും ഇതൊന്ന് അടച്ചു വെക്കണം. ആ തേങ്ങാപ്പാലിൽ കിടന്ന് ഒന്നും കൂടി ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവണം. ഈ തേങ്ങാപ്പാലെല്ലാം ചിക്കൻ വലിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് കൊറിയൻഡർ ലീഫും കറി ലീഫും ഇട്ടിട്ട് വീണ്ടും ഇത് അടച്ചു വെച്ച് തേങ്ങാപ്പാൽ പറ്റുന്ന വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. തേങ്ങാപ്പാലെല്ലാം പറ്റി ആ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. അടിപൊളി ഒരു ചിക്കൻ കൂട്ടാണ്. അപ്പം നിങ്ങൾ ഇത് ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യുക. അത്രയ്ക്ക് ടേസ്റ്റാണ്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ബിരിയാണിക്കാണെങ്കിൽ ബിരിയാണിൻ്റെ കൂടെ വേണമെങ്കിലും വിളമ്പി കൊടുക്കാൻ പറ്റും. അത്ര ടേസ്റ്റായ ചിക്കൻ കറിയാണ്. ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നതാണ്. താങ്ക് യു വെരി മച്ച്.